ഹായ് വെൽക്കം ടു IAS ഫാക്ടർ ന്യൂസ് കോൺസെപ്റ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ന്യൂസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ചരിത്രമാണ്. പൃഥു, മഹാരാജ പൃഥു, ഡിഫൻഡർ ഓഫ് അസാം എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഫിഗേഴ്സ് ഉണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ഇവരെ ഒന്നും അറിയില്ല. അതാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന പുസ്തകം, നമ്മൾ അങ്ങനെ പഠിക്കുന്ന രീതികളിലൊന്നും ഇവരെ നമ്മൾ കണ്ടുമുട്ടാറില്ല. ഇത് മഹാരാജ പൃഥു, ഡിഫൻഡർ ഓഫ് അസാം എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം കൂടെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ അടുത്ത് അസാമീസ് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഒരു വലിയ ഫ്ലൈ ഓവർ ഇദ്ദേഹത്തിൻ്റെ പേരിൽ മഹാരാജ പൃഥു ഫ്ലൈ ഓവർ എന്ന രീതിയിൽ പേരിട്ടു. അപ്പോൾ ഒരു ഫ്ലൈ ഓവറിന് ഇങ്ങനെ പേരിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനൊക്കെ ചെറിയൊരു ഫ്ലൈ ഓവറിൽ ഒതുങ്ങി നിൽക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ആരാണ് മഹാരാജ പൃഥു? അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇതായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഗ്രേറ്റ് മഹാരാജ പൃഥു, ഇദ്ദേഹത്തിന് കൂടെ ചേർത്ത് വായിക്കുന്ന ഒരു പേരുണ്ട്. അത് മറ്റൊന്നുമല്ല, ബക്തിയാർ ഖിൽജി എന്ന് പറയുന്നൊരു പേരാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. ഫേമസ് ആയിട്ടുള്ള, വളരെ പ്രശസ്തമായിട്ടുള്ള, ലോകത്തിന് ഏറ്റവും വലിയ സർവകലാശാല, ആ കാലത്തെ യൂണിവേഴ്സിറ്റി ആയിരുന്ന നളന്ദ യൂണിവേഴ്സിറ്റിനെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കിയ ഒരു ജനറലാണ്, തുർക്കിഷ് ജനറലാണ് ബക്തിയാർ ഖിൽജി. ഇദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി ഇദ്ദേഹത്തിനെ തോൽപ്പിച്ച ഒരു വ്യക്തിയും കൂടെയാണ് മഹാരാജ പൃഥു. സോ അദ്ദേഹത്തിനായിട്ട് ബന്ധപ്പെട്ട, അസാമായിട്ട് ബന്ധപ്പെട്ട, അസാമിൻ്റെ ഡിഫൻഡർ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളോട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യകാലം ഇദ്ദേഹം കാമരൂപ എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കാമരൂപ എന്ന് പറയുന്നത് ആദ്യകാലത്ത് അസാമിൻ്റെ പേര് തന്നെയായിരുന്നു. ഇവിടെ ഭരിച്ചിരുന്ന എംപയർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പണ്ട് കാലത്ത് കാമരൂപ എന്നുള്ളത് അസാം തന്നെയാണ്. വർമ്മൻ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു, മ്ലേച്ഛാസ്, പാലാസ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതലും ഇവിടെ ഭരിച്ചിരുന്നത്. സോ അതിൽ പ്രധാനപ്പെട്ടൊരു രാജാവായിരുന്നു കാമരൂപ. ഈ കാമരൂപ എന്ന പേര് വരുന്നത് തന്നെ കാമാഖ്യ ടെമ്പിൾ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഗുവാഹട്ടി, അസാമിൽ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കാമാഖ്യ ടെമ്പിളിൽ കണ്ടിരിക്കണം. ഇത് ഏകദേശം 51 ശക്തിപീഠ സ്ഥലാസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടും അറിയപ്പെടുന്ന ഒരു അമ്പലം കൂടാണ്, ഇത് ശക്തിപീഠയും കൂടാണ് കാമാഖ്യ ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ കാമാഖ്യ ടെമ്പിൾ ഈ അടുത്ത് കറണ്ട് അഫയേഴ്സിൽ മാത്രമല്ല വളരെയധികം പോപ്പുലർ ആയത് ഇവിടുത്തെ അമ്പലമാണ്, ഇവിടെ നടക്കുന്ന ഫെസ്റ്റിവലാണ്. കാരണം ഇവിടെ ഒരു ഫീമെയിൽ ഗോഡസ് കാമാഖ്യ എന്ന് പറയുന്നതാണ്. ഇവിടെ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്ന രീതിയിൽ ഒരു അമ്പലത്തിന് പ്രതിഷ്ഠയില്ല, മറിച്ച് ഒരു സ്ത്രീയുടെ, ഒരു വിമൻ്റെ യോനിയാണ്, യോനി ഷേപ്പിൽ, ഫീമെയിൽ ജനറേറ്റീവ് ഓർഗൻ, ഈ ഫീമെയിൽ ഓർഗൻ്റെ ഷേപ്പിലാണ് നമ്മൾ അവിടുത്തെ ഗോഡസിനെ വർഷിപ്പ് ചെയ്യുന്നത്. സോ വളരെ പോപ്പുലർ ആയിട്ടുള്ള, സാധാരണ സ്ത്രീകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ സ്ത്രീകളുടെ പീരിയഡ് സമയം അമ്പലത്തിൽ പോകാൻ പാടില്ല, അങ്ങനത്തെ കുറേ നോഷൻസ് ഒക്കെ നമ്മുടെ ഇടയിലുണ്ട്. സോ ഇവിടെ ഗോഡസ് തന്നെ മെൻസ്ട്രേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്ന അത്ര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കാമാഖ്യ ടെമ്പിൾ. അപ്പോൾ ഈ കാമരൂപ ഇതെന്നൊക്കെ പറയുന്നത് അസാമിൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണ്. നമ്മളിപ്പോൾ കാണുന്ന ആളാണ് ബക്തിയാർ ഖിൽജി. ഇദ്ദേഹമാണ് 1206, അതായത് മുഹമ്മദ് ഘോറിക്ക് ശേഷം, മുഹമ്മദ് ഘോറിയുടെ കൂടെ വന്ന ആളാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. പിന്നീട് സ്ലേവ് ഡൈനാസ്റ്റി, മാമുലുക് ഡൈനാസ്റ്റി എന്ന് പറയുന്ന സ്ലേവ് ഡൈനാസ്റ്റി ഉണ്ടാക്കി നമ്മൾ കുത്തബ് മിനാർ, ഇൽതുത്മിഷ്, അങ്ങനെ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റൊക്കെ സ്ഥാപിച്ച ആളാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. ഇദ്ദേഹത്തിൻ്റെയും ജനറൽ ആയിരുന്ന ആളാണ് ബക്തിയാർ ഖിൽജി. സോ ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഓർക്കുന്ന, ബക്തിയാർ ഖിൽജിയെ നമ്മൾ ഓർക്കുന്നത് കൂടുതലും നളന്ദ യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഹി വാസ് ഇൻ ചാർജ് ഓഫ് ബംഗാൾ ബീഹാർ, ആ റീജൻ ആയിരുന്നു. ഈ ബംഗാൾ ബീഹാർ റീജൻ മുഴുവൻ റെയ്ഡ് ചെയ്ത ഒരു തുർക്കിഷ് മിലിറ്ററി ജനറലും കൂടാണ് ബക്തിയാർ ഖിൽജി. ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്നത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളായിരുന്നു നലന്ദ യൂണിവേഴ്സിറ്റി, വിക്രമശില യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റികളെല്ലാം കത്തിച്ചു കളഞ്ഞു. ഇവിടെയുള്ള ബുദ്ധിസ്റ്റ് ഭിക്ഷുകളെല്ലാം കത്തിച്ചു കളഞ്ഞു. അന്നത്തെ ഒരു പ്രധാന പുസ്തകമായിരുന്നു തബാക്കത്തി നസീറി എന്ന് പറഞ്ഞൊരു പുസ്തകം. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്ന ബുദ്ധിസ്റ്റ് ഭിക്ഷൂസിനെയും സ്കോളേഴ്സിനെയൊക്കെ ഇവിടുത്തെ പുസ്തകങ്ങൾ, ഹിന്ദു സ്ക്രിപ്റ്റേഴ്സൊക്കെ വായിച്ചിട്ട് ഇതിൻ്റെ ട്രാൻസ്ലേഷൻസ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഇവരെല്ലാം കത്തിച്ചു കളഞ്ഞു. സോ ഇതിൽ പറയപ്പെടുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നളന്ദ യൂണിവേഴ്സിറ്റി ഒക്കെ ഇത്രയും വർഷം കത്തിച്ചിട്ടും ഏകദേശം ഇവിടുത്തെ ലൈബ്രറി മുഴുവൻ കത്തിപ്പോയി. 3 മാസത്തോളം ഇതിൻ്റെ പുക, ഈ സ്മോക്ക് ഫ്യൂംസ് ഇങ്ങനെ ആകാശത്ത് കൂടെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എത്ര വലിയ ലൈബ്രറിയും കാര്യങ്ങളാണ് കത്തിപ്പോയതെന്നുള്ളത് ഇവിടെ വളരെ ക്ലിയർ ആണ്. സോ ഇത്രയും നളന്ദ മാത്രമല്ല, വിക്രമശില എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ബക്തിയാർ ഖിൽജി അറ്റാക്ക് ചെയ്തു. സോ ഇതിന് ശേഷം അസാമിനെ അറ്റാക്ക് ചെയ്ത ഈ ഒരു നളന്ദ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ ബീഹാറിലൊക്കെയാണ്, ഈ ഏരിയയൊക്കെ അറ്റാക്ക് ചെയ്ത് ടിബറ്റിലേക്ക് പോകാനുള്ളതായിരുന്നു ബക്തിയാർ ഖിൽജിയുടെ പ്ലാൻ. ടിബറ്റിലേക്ക് പോകുന്ന സമയത്തായിരുന്നു
അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മഹാരാജ പൃഥു എന്ന് പറയുന്ന ആ ഫേമസ് രാജാവ്, അദ്ദേഹം ഗറില്ല വാർഫെയർ അല്ലെങ്കിൽ ഗറില്ല ടാക്ടിക്സിൽ വളരെയധികം പോപ്പുലർ ആയിരുന്ന ഒരാളായിരുന്നു. സോ ഒബ്വിയസ്ലി ബക്തിയാർ ഖിൽജിയുടെ ട്രൂപ്പിനെയും ആർമീനെയും കംപ്ലീറ്റ് ആയിട്ട് ഗറില്ല വാർഫെയറിലൂടെയും ഇവരെ കംപ്ലീറ്റ്ലി ഡിഫീറ്റ് ചെയ്തെന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിനെ കംപ്ലീറ്റ്ലി വൂണ്ട് ചെയ്തു. ഹി വാസ് വൂണ്ടഡ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിനെ അത്രയും വലിയ മുറിവേൽപ്പിച്ചിട്ടാണ് മഹാരാജ പൃഥു ഈ ബാറ്റിൽ അവസാനിച്ചത്. ഇവിടുന്ന് ശേഷം ബക്തിയാർ ഖിൽജി ഓടിപ്പോവുമായിരുന്നു. ഹി റാൻ. ഇവിടെ നിന്ന് ഓടിപ്പോയി അദ്ദേഹത്തിൻ്റെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു നോബൽ അദ്ദേഹത്തിനെ കൊല്ലുമായിരുന്നു. സോ ഇത്രയും വലിയ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കി വെച്ച ബക്തിയാർ ഖിൽജീനെ കംപ്ലീറ്റ് ആയിട്ടും ഡിഫീറ്റ് ചെയ്യുകയും പരാജയപ്പെടുത്തുകയും അദ്ദേഹത്തിനെ വൂണ്ട് ചെയ്യുകയും ചെയ്ത ഒരാളാണ് മഹാരാജ പൃഥു. അസാമിലെ എക്കാലത്തെ മികച്ച ഐക്കൺസ് ആയിട്ടാണ് മഹാരാജ പൃഥുവിനെ കണക്കാക്കുന്നത്. ഇത് മാത്രമല്ല, ഇതിൽ പ്രധാനമായി 2 കാര്യങ്ങൾ സംഭവിച്ചു. പിന്നീട് അസാം ഒരിക്കലും അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ കാലഘട്ടത്തിൽ അസാം അറ്റാക്ക് ചെയ്യാൻ മഹാരാജ പൃഥു ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് കാരണം പിന്നീട് ഒരു തുർക്കിഷ് ആർമിക്കോ അല്ലെങ്കിൽ തുർക്കിയിൽ നിന്ന് വരുന്ന അവിടെ നിന്ന് വരുന്ന ലീഡേഴ്സിനോ അവിടെ നിന്ന് വരുന്ന ജനറൽമാർക്കോ അസാം അറ്റാക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. അതുമാത്രമല്ല, ഡൽഹി സുൽത്താനേറ്റും പിന്നീട് ഒരിക്കലും അസാമിൻ്റെ അടുത്തൊരു അറ്റാക്കിന് ധൈര്യമുണ്ടായില്ല അവർക്ക്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് മുഗൾ സമയത്ത് പിന്നീട് അസാം അറ്റാക്ക് ചെയ്യപ്പെട്ടത്. അതുവരെ അസാമിനെ പ്രൊട്ടക്ട് ചെയ്തതെല്ലാം മഹാരാജ പൃഥുവാണ്. അല്ലെങ്കിൽ ആ ഒരു പൃഥുവിൻ്റെ ഒരു വാർഫെയറിന് ശേഷമാണ് അസാം അറ്റാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ആരും 2 വട്ടം ചിന്തിച്ചിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. പിന്നീട് നമ്മൾ മുഗൾ കാലഘട്ടത്തിൽ എന്തായാലും മഹാരാജ പൃഥുവും കൂടെ പഠിച്ചപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയും കൂടെയാണ് ലച്ചിത് ബോർഫുക്കൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം മുഗൾ സമയത്ത് മുഗൾ ആർമീനെ കംപ്ലീറ്റ്ലി ഡിഫീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം മുഗൾ ആർമിക്ക്, ഔറംഗസേബിൻ്റെ സമയത്തുള്ള ആർമിക്ക് അസാം കീഴടക്കണം എന്നൊരു ആഗ്രഹം വന്നു. അസാം കൺട്രോൾ ചെയ്യണമെന്ന് വന്നപ്പോഴാണ് ലച്ചിത് ബോർഫുക്കൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ടും ഇദ്ദേഹം ദ ഫേമസ് സറായ് ഘാട്ട് എന്ന് പറയുന്ന 1671 ബാറ്റിൽ വളരെ ഫേമസ് ആണ് സറായ് ഘാട്ട്. ഇതിൽ മുഗൾസിനെ ക്രഷ് ചെയ്ത് കളഞ്ഞു അസാമീസ് ആർമി ലച്ചിത് ബോർഫുക്കൻ്റെ. കാരണം ഇവർക്ക് നേവിയാണ്, ഇവരുടെ നേവൽ സപ്പോർട്ടാണ്. ചെറിയ ചെറിയ ബോട്ടുകളിലാണ് ഇവർ കൂടുതൽ അറ്റാക്ക് ചെയ്തത്. മുഗൾ സൈന്യത്തിന് ഒരുപാട് ആർമിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നേവൽ വാർഫെയർ, ഈ റിവേഴ്സ് വഴിയും അതുവഴിയുള്ള ഈ നേവൽ ബോട്ട് വഴിയുള്ള യുദ്ധം വാർഫെയർ ഒന്നും ഇവർക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് ഗറില്ലയും നേവൽ വാർഫെയറും കൊണ്ടാണ് മുഗൾസിനെ കംപ്ലീറ്റ് ക്രഷ് ചെയ്ത് കളഞ്ഞത്. അദ്ദേഹം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തു വെക്കുന്ന ലച്ചിത് ബോർഫുക്കനെ കുറിച്ച് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അങ്കിൾ ഈ ഒരു കോട്ട കംപ്ലീറ്റ് ആയിട്ടും സൂക്ഷിച്ച് അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ചുമതല കൊടുത്ത് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിയില്ല. സോ ലച്ചിത് ബോർഫുക്കൻ ആദ്യം കൊന്നു കളഞ്ഞത് അദ്ദേഹത്തിൻ്റെ അങ്കിളിനെയാണ്. ബിക്കോസ് അത് പറയുന്നൊരു ഫേമസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, മൈ കൺട്രി കംസ് ഈവൻ ബിഫോർ മൈ അങ്കിൾ എന്നില്ലേ. എൻ്റെ അമ്മാവനെക്കാട്ടും ആദ്യം എൻ്റെ രാജ്യമാണ് എനിക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ്. സോ ലച്ചിത് ബോർഫുക്കനെ കുറിച്ചിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മഹാരാജ പൃഥുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ലച്ചിത് ബോർഫുക്കനെയും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. സോ എന്തായാലും ഈ ഒരു അസാമിൻ്റെ ഒരു ചെറിയ ചരിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊന്നും അറിയാറില്ല. സോ ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആയിട്ട് അടുത്ത സെഷനിൽ കാണാം. ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ. താങ്ക് യു. ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.